ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കട്ടപ്പനയിലാണ്. കട്ടപ്പന ഫെസ്റ്റ് 2024 സീസൺ 2 തുടങ്ങി. എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? ഞാൻ അറിഞ്ഞപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് വരാനും കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോഴും നമ്മുടെ കട്ടപ്പന ഫെസ്റ്റ് നടക്കുന്നത് നമ്മുടെ മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ്. കട്ടപ്പന മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ്. അപ്പോഴേ ഏപ്രിൽ 10 മുതൽ 22 വരെയാണ് കട്ടപ്പന ഫെസ്റ്റ് നടക്കുന്നത്. അപ്പം കട്ടപ്പന ഫെസ്റ്റിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവന്നാലോ? അടിപൊളിയായിട്ട് തന്നെ ഈ എൻട്രൻസ് അവർ ക്രമീകരിച്ചിട്ടുണ്ട്. 100 രൂപയാണ് ഇവിടെ വരുന്ന എൻട്രൻസ് ഫീസ്. ഇത്തവണത്തെ കട്ടപ്പന ഫെസ്റ്റിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പ്രാവശ്യത്തെ കട്ടപ്പന ഫെസ്റ്റിന്റെ തീം എന്ന് പറയുന്നത് ഒരു ജീവിതം തിരികെ പിടിക്കാനായി കട്ടപ്പന ഫെസ്റ്റിലൂടെ നമുക്ക് കൈകോർക്കാം എന്നതാണ്. നമ്മൾ ഫെസ്റ്റിനകത്തേക്ക് കിടക്കുമ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുക്കും. അപ്പോൾ ടിക്കറ്റ് കൊടുക്കുമ്പോൾ അതിലൊരു സിഗ്നേച്ചർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ ആ ടിക്കറ്റ് ഉപയോഗിച്ച് കയറാനായിട്ട് സാധിക്കും എന്നത് ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. ആദ്യം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഉള്ള സ്റ്റാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ എബ്രോഡ് സ്റ്റഡീസ് ഒക്കെ നടത്താനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും. അതിൻ്റെ എൻക്വയറിയും മറ്റു കാര്യങ്ങളോ ഏജൻസിയോ ഒക്കെ ആയിട്ടുള്ള സ്റ്റാളുകളാണ് ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് വ്യാപാര വ്യവസായികളുടെ ഓരോ വ്യാപാര സ്റ്റാളുകളും കട്ടപ്പനയിലുള്ളതും പുറത്തു നിന്നുള്ളതുമായ ഒരുപാട് സ്റ്റാളുകൾ ഇവിടെയുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കണ്ടുവരാം. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, ഒരു ജീവിതം തിരികെ പിടിക്കാൻ കട്ടപ്പന ഫെസ്റ്റിലൂടെ നമുക്ക് കൈകോർക്കാം എന്ന തീമിനെ പറ്റി. കട്ടപ്പനയിലെ യുവ വ്യാപാരിയായ അനൂപ് ചേട്ടൻ, അദ്ദേഹത്തിന് 34 വയസ്സുള്ള ബ്ലഡ് ക്യാൻസറെ തുടർന്ന് അദ്ദേഹത്തിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. ഏകദേശം 30 ലക്ഷത്തോളം രൂപ അതിനുവേണ്ടി ചെലവാകും. അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിലേക്ക് നമുക്ക് സംഭാവന ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ പങ്കാളികളാകാവുന്നതും സംഭാവനകൾ ചെയ്യാവുന്നതുമാണ്. അതിന് QR കോഡും മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുകയാണ്. കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി, കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിങ്, നസുറുദ്ദീൻ ആൻഡ് മാരിയൽ കൃഷ്ണൻ നായർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവർ സംയുക്തമായിട്ടാണ് ഈ ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. കട്ടപ്പന ഫെസ്റ്റിൽ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വ്യാപാരമേള. അത് കഴിഞ്ഞ് നമ്മൾ ചെന്ന് കയറുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. അതിനുശേഷം പൂക്കൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് രസകരമായ രീതി വെച്ച് അതിനുശേഷം നമ്മൾ കയറുന്നത് പെറ്റ് ഷോ, പിന്നെ അക്വേറിയം സെക്ഷനിലേക്കാണ്. ഇങ്ങനെയാണ് കട്ടപ്പന ഫെസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി. എല്ലാ ഫെസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്കിതിനെ തോന്നി. സാധാരണ നമ്മൾ കാണുന്ന ഫെസ്റ്റിലൊക്കെ പൂക്കളാണ് നമുക്ക് ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. ഈ ഷോപ്പ് ഉണ്ടോ, ഇവിടെ ആണെങ്കിൽ നമ്മുടെ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കുന്നുണ്ട്. ഒരു ഇയർഫോണാണ് സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒട്ടനവധി ഓഫറുകൾ ഈ കട്ടപ്പന ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. 3 മുറം വാങ്ങുമ്പോൾ 100 രൂപ. ഇത് ചുമ്മാ എഴുതി വെച്ചേക്കൊന്നുമല്ല കേട്ടോ, ഉള്ളത് തന്നെയാണ്. ഈ കട കണ്ടോ, ഈ ഷോപ്പിൽ ചെടിച്ചട്ടികളാണ് ഉള്ളത്. പല നിറത്തിലുള്ള, പല വെറൈറ്റി വലിപ്പത്തിലുള്ള, ചെറുതും വലുതുമായ നിരവധി ചെടിച്ചട്ടികൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. അതും ഇതിൻ്റെയൊക്കെ വില കേൾക്കണോ, 3 എണ്ണത്തിന് 100 രൂപ, 5 എണ്ണം എടുക്കുന്നതാണ് 100 രൂപ, 6 ചെടിച്ചട്ടിക്ക് 100 രൂപ, 7 ചെടിച്ചട്ടിക്ക് 100 രൂപ. ഇങ്ങനെയാണ് ഇവിടുത്തെ വില വിവര പട്ടിക. ഇതാണ് ഞാൻ പറഞ്ഞ 3 മുറം 100. കൂടാതെ ഒട്ടുമിക്ക ബൈക്ക് സ്കൂട്ടർ കമ്പനികളുടെ എല്ലാം സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സ്റ്റാൾ കണ്ടോ, ഇവിടെ എല്ലാവിധ സാധനത്തിനും പകുതി വിലയുള്ളൂ കേട്ടോ. ക്ലിയറൻസ് സെയിലാണ് അത്രേ. നമ്മൾ മൈസൂറും ഒക്കെ പോകുമ്പോഴായിരിക്കും സ്നോ പാർക്കിലൊക്കെ കയറിയിട്ടുള്ളത്. ഇവിടെ കട്ടപ്പന ഫെസ്റ്റിൽ അടിപൊളി ഒരു സ്നോ പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കയറുന്നതിനുള്ള ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ് ഒരാൾക്ക്. അത് ഇച്ചിരി കൂടുതലായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ 100 രൂപ ഒരു 50 രൂപ ആക്കായിരുന്നു. അതിനുള്ളതൊക്കെ ഉള്ളന്നേ. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അല്ലേ? നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ വന്നിരിക്കുകയാണ് ഫുഡ് കോർട്ടാണ്. ഇനി അടുത്ത ഫുഡിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് പൂച്ചെടികളൊക്കെ കാണാനുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. കണ്ടോ, വിശാലമായ ഏരിയയാണ്. ഇവിടെയാണ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. സൈഡിൽ തന്നെ ഫുഡ് കോർട്ട് വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ ബജ്ജി ഐറ്റംസും ഇവിടെ ലഭിക്കും കേട്ടോ. ബജ്ജി ഐറ്റംസ് മാത്രമല്ല, കടികൾ, ചായകൾ, നമ്മുടെ ആഹാരങ്ങളെല്ലാം തന്നെ ഇവിടെ നമുക്ക് കഴിക്കാനും കുടിക്കാനും എല്ലാം തന്നെ ഉള്ള സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ സ്റ്റേജ്. നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടില്ലേ. വലിയ സ്റ്റേജാണ് കേട്ടോ, വലിയ സ്റ്റേജ്. ഇവിടെ മോമോസ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കും. മോമോസ് മാത്രമല്ല, പൊരിച്ച ഐസ്ക്രീം, കുരുക്കി സർവത്തിൻ്റെ എല്ലാ വെറൈറ്റിയും ഇവിടെ കിട്ടും. അങ്ങനെ ഒട്ടനവധി സ്റ്റാളുകളുണ്ട് നമുക്ക് ഇവിടെ ഫുഡ് കോർട്ടിൽ. ഇനി നമുക്ക് ഫ്ലവർ ഷോ കാണാം. പൂക്കളുടെ സെക്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അത് തന്നെ കാണാനായിട്ടൊരു ഭംഗിയുണ്ട്. നമുക്ക് ഈ ചൂട് കാലത്ത് നമ്മുടെ മനസ്സിനെ കുളിർമയണിയിക്കുന്ന ഒന്നാണ് ഈ പുഷ്പങ്ങൾ.
അത് നല്ല രീതിയിൽ പൂത്തുല്ലസിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല സൗന്ദര്യമാണല്ലേ. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു കുളിരാണല്ലേ. ഇത് കണ്ടോ, കട്ടപ്പന ഫെസ്റ്റിന് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് പൂക്കളുടെ ഫ്ലവർ ഷോ. അടിപൊളിയാണ്, ഗംഭീരമാണ്. ഞാൻ പറഞ്ഞ കള്ളമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് വാ, അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഗംഭീര രീതിയിൽ നമ്മൾ കാണാത്തതും കണ്ടതുമായ ഒരുപാട് പുഷ്പങ്ങൾ വെച്ച് അടിപൊളിയായിട്ട് അതിനെ സെറ്റ് ചെയ്ത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് അക്വാ പെറ്റ് ഷോയിലേക്കാണ്. അതായത് അക്വേറിയം ഉണ്ട്, പെറ്റ് ഷോയും ഉണ്ട്. അപ്പം ഗംഭീര സംഭവം തന്നെയാണ്, നമുക്കൊന്ന് കണ്ടുവരാം. നമ്മൾ കണ്ടതും നമുക്ക് കാണാത്തതുമായ പക്ഷികളും മൃഗങ്ങളും, അതുകൂടാതെ നമുക്ക് ഇഷ്ടമുള്ള പക്ഷികളും മൃഗങ്ങളും ഇവിടെയൊക്കെ കൂടെ ഇന്ന് സെൽഫി എടുക്കാനുള്ള എല്ലാ, സെൽഫി മാത്രമല്ല ഫോട്ടോസും എടുക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടുവന്നാലോ? തന്നെ ഏപ്രിൽ 10 മുതൽ 22 വരെയാണ് കട്ടപ്പന ഫെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇതിന് കയറുന്ന ടിക്കറ്റിൻ്റെ റേറ്റ് 100 രൂപയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും സൗജന്യമാണ്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിർബന്ധമായി എടുക്കണം. നമ്മൾ 3 മണിക്ക് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടത്തേക്കുള്ള പ്രവേശനം. അത് മറക്കരുത്, 3 മണിക്ക് ശേഷം മാത്രമാണ് പ്രവേശനം അനുവദിക്കുന്നത്. കൂടാതെ വൈകുന്നേരങ്ങളിൽ വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറാറുണ്ട് കേട്ടോ. നമ്മൾ അന്നേ ദിവസം ആദ്യം ടിക്കറ്റ് എടുത്തതാണെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്നതിന് നമ്മൾ ആ സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് ഒരു ഒപ്പിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ടിക്കറ്റ് തന്നെ ഉപയോഗിച്ചിട്ട്, പരിപാടി കാണാനായിട്ട് പ്രത്യേക ടിക്കറ്റ് ഉണ്ട്, ആ ടിക്കറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് കാണാനായിട്ട് വീണ്ടും കയറാനായിട്ട് കഴിയും. ഇക്കാര്യം മറന്നു പോകരുത് കേട്ടോ. ഇതാണ് ഫോട്ടോ പോയിന്റ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഇവിടെ പൈതലുണ്ട്, ഇഗ്വാനയുണ്ട്, മക്കാവോ ഉണ്ട്, സൺകൊണൂറുണ്ട്. ഇവയുടെ ഒക്കെ കൂടെ നമുക്ക് ഇന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. സെൽഫി എടുക്കാം, ഫോട്ടോയൊക്കെ എടുക്കാം. ഇതിനൊരു ചാർജും ഇവർ ഈടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണിത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലേക്കാണ്. ഇവിടെ കുറച്ച് റൈഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതെന്നെ വളരെ നിരുത്സാഹപ്പെടുത്തി. ഇതിനി ഗോസ്റ്റ് ഹൗസ്. ഇരുട്ട് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കയറിയില്ല കേട്ടോ. ഫുൾ ഇരുട്ടാണ്, ഒന്നും തന്നെ നമുക്ക് ക്യാമറയിലും പകർത്താനായിട്ട് സാധിക്കത്തില്ല. അതിനാൽ ഞാൻ ഇതിനകത്ത് കയറിയില്ല. ഈ ചേച്ചി സ്കെച്ച് ചെയ്യണം കേട്ടോ, നല്ല അതിമനോഹരമായിട്ട് ഈ കപ്പലിൻ്റെ കച്ചവടക്കാരനെ ചേച്ചി സ്കെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടി കലാകാരന്മാരെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അനൂപ് ചേട്ടൻ്റെ കാര്യം. അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ ആയതിനാൽ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഏകദേശം 30 ലക്ഷം രൂപയോളം ചിലവ് വരും. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ കട്ടപ്പന ഫെസ്റ്റിൽ നിന്ന് വിട വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.